ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഓണപരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ STD 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി വിശദമായ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ STD 7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കുക. അതിൽ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, ചോദ്യം എ. മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള തൈച്ചെടികൾ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മാർഗമാണ് ചിത്രത്തിൽ. ഈ രീതി ഏതാണ്? ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെടികളുടെ 2 പ്രത്യേകതകൾ എഴുതുക. ഈ രീതിയെ പറയുന്ന പേര് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്നാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സസ്യത്തിന്റെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെ നിലനിർത്തുന്നു. 2, കുറഞ്ഞ പ്രായത്തിൽ തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഇതിലെ ബി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളെ വ്യത്യസ്ത വേരുമുളപ്പിക്കൽ രീതി അനുസരിച്ച് അനുയോജ്യമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്തുക. നമുക്ക് തന്നിരിക്കുന്നത് പേര, മുല്ല, ബദാം, കുരുമുളക്, കശുമാവ്, ബോഗൻവില്ല, സപ്പോട്ട. ഈ സസ്യങ്ങളെ നമുക്ക് വായുവിൽ പതിവയ്ക്കൽ അല്ലെങ്കിൽ പതിവയ്ക്കൽ, നാഗപതിവയ്ക്കൽ എന്നിങ്ങനെ 2ആയിട്ട് തരം തിരിക്കാം. അപ്പോൾ എ പതിവയ്ക്കൽ, ബി നാഗപതിവയ്ക്കൽ കേട്ടോ. അതിൽ എ വരുന്നത് പേര, പിന്നെ അതുപോലെ സി ഒരെണ്ണം കൂടെ നമുക്ക് വേണം, സപ്പോട്ട, കശുമാവ്. ഇതിൽ വരുന്നത് ബോഗൻവില്ല, മുല്ല, കുരുമുളക്. ഇതിലെ ചോദ്യം സി, വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ശരിയായ കൂട്ടങ്ങൾ കണ്ടെത്തി എഴുതുക. എ. കായ്ഫലം കൂടുതലുള്ള ചെടി, മധ്യകാലത്തുണ്ടായ ഫലം, സ്വാഭാവിക ഭാരമുള്ള വിത്ത്. ബി. ആരോഗ്യമുള്ള ചെടി, മൂപ്പെത്തിയ ഫലം, സ്വാഭാവിക വലുപ്പമുള്ള വിത്ത്. സി. കായ്ഫലം കൂടുതലുള്ള ചെടി, ആദ്യമുണ്ടായത്, ഭാരം കുറഞ്ഞത്. ഡി. ആരോഗ്യമുള്ള ചെടി, അവസാന കാലത്തുണ്ടായ ഫലം, സ്വാഭാവിക ആകൃതിയുള്ള വിത്ത്. 1 എയും ബിയും ശരി, 2 എയും ഡിയും ശരി, 3 സിയും ഡിയും ശരി, 4 എല്ലാം ശരിയാണ്. ഇതിൽ എയും ബിയും ആണ് കേട്ടോ ശരി. ഇതിങ്ങനെ അല്ലാതെ നിങ്ങളോട് നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്നും ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് എയിലും ബിയിലും ഉള്ള പോയിന്റ്സ് എഴുതിയാൽ മതി. അതായത് കായ്ഫലം കൂടുതലുള്ള ചെടി തിരഞ്ഞെടുക്കണം, മധ്യകാലത്തുണ്ടായ ഫലം എടുക്കണം, സ്വാഭാവിക ഭാരമുള്ള വിത്തായിരിക്കണം, അതുപോലെ ആരോഗ്യമുള്ള ചെടിയായിരിക്കണം, മൂപ്പെത്തിയ ഫലമായിരിക്കണം, സ്വാഭാവിക വലുപ്പമുള്ള വിത്തായിരിക്കണം. പ്രവർത്തനം 2 ഓർ ക്വസ്റ്റ്യൻസ് ആണ്. എ, ബി എന്നീ 2 ചോദ്യങ്ങളുണ്ട്. 2ൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ആദ്യം നമുക്ക് എ നോക്കാം. അതിൽ എ ചോദ്യം, സബ് ക്വസ്റ്റ്യൻ, വെളുത്ത പേപ്പറിലേക്ക് ഫിനോഫ്തലിൻ സ്പ്രേ ചെയ്തപ്പോൾ പിങ്ക് നിറത്തിൽ ഒരു ചിത്രം തെളിഞ്ഞു. ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ച പദാർത്ഥങ്ങളാകാൻ സാധ്യതയുള്ളത് ഏതെല്ലാം? എ. നാരങ്ങാനീര്, ഉപ്പുലായനി, ബി. വിനാഗിരി, മഞ്ഞൾ വെള്ളം, സി. അപ്പക്കാര ലായനി, കഞ്ഞിവെള്ളം, ഡി. സോപ്പ് ലായനി, ചുണ്ണാമ്പ് വെള്ളം. ഇതിൽ സോപ്പ് ലായനി, ചുണ്ണാമ്പ് വെള്ളമാണ് അതാവാൻ സാധ്യത. കാരണം എന്താണ്, ആസിഡിന്റെ ഇൻഡിക്കേറ്റർ ആണ് അല്ലേ. അപ്പോൾ ബേസ് ആയിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ചോദ്യം ബി, ചൂടുവെള്ളം ശരീരത്തിൽ വീണാൽ പൊള്ളലേൽക്കുന്നതിനേക്കാൾ അപകടമാണ് ആസിഡ് ശരീരത്തിൽ വീണ് പൊള്ളലേൽക്കുന്നത്. എന്താണ് കാരണം? ആസിഡ് ശരീരത്തിൽ വീണാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ എന്ത്? ആസിഡ് ശരീരത്തിൽ വീണാൽ ശരീരകലകളിലെ ജലം അത് വലിച്ചെടുക്കുന്നു. അങ്ങനെ താപം പുറത്തുവിടുന്നു, ശരീരകലകൾ നശിച്ചു പോകുന്നു. ആസിഡ് വീണാൽ നമുക്ക് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയാണ് ധാരാളം തണുത്ത വെള്ളം പൊള്ളലേറ്റ ഭാഗത്ത് ഒഴിക്കുക എന്നുള്ളത്. ചോദ്യം സി, അച്ചാറുകൾ കേടുകൂടാതിരിക്കാൻ വിനാഗിരി ഉപയോഗിക്കുന്നു. വിനാഗിരിയുടെ മറ്റ് 2 ഉപയോഗങ്ങൾ ഏതെല്ലാം? പശകളെ ലയിപ്പിക്കുന്നതിന്, പാചക ആവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണം, കറകൾ നീക്കം ചെയ്യുന്നതിന്. ഇതെല്ലാം വിനാഗിരി കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി 2ലെ ബി ചോദ്യം അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചോദ്യം എ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഫ്ലോറികൾച്ചർ, കോഴി കൃഷി, എപ്പികൾച്ചർ, കൂൺ കൃഷി, മഷ്റൂം കൾച്ചർ, തേനീച്ച വളർത്തൽ, പോൾട്രി ഫാമിംഗ്, പുഷ്പകൃഷി. ഇതെങ്ങനെ മക്കളെ ശരിയായിട്ട് നമുക്ക് പൂരിപ്പിക്കേണ്ടത്? ഫ്ലോറികൾച്ചർ പുഷ്പകൃഷിയാണ്, എപ്പികൾച്ചർ തേനീച്ച കൃഷി, മഷ്റൂം കൾച്ചർ കൂൺ കൃഷി, പോൾട്രി ഫാമിംഗ് കോഴിക്കൃഷി. ചോദ്യം ബി, തവളകൾ ഇല്ലാതാകുന്നത് കാർഷികോൽപാദനത്തെ ബാധിക്കും. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഉപദ്രവകാരികളായ കീടങ്ങളെ തവളകൾ നിയന്ത്രിക്കുന്നു. തവളകൾ ഇല്ലാതായാൽ കീടങ്ങൾ വർദ്ധിക്കുകയും വിളനാശത്തിന് അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തവളകൾ ഇല്ലാതാകുന്നത് കാർഷികോൽപാദനത്തെ ഗണ്യമായി തന്നെ ബാധിക്കും. ചോദ്യം സി, സങ്കര ഇനം വിത്തുകളുടെ കൂട്ടങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ്? എ. നെല്ല്, പവിത്ര, അന്നപൂർണ, ജ്യോതിക. പി. മുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി. സി. വെണ്ട, സൽകീർത്തി, കിരൺ, സുസ്ഥിര. ഡി. വഴുതന, ഹരിത, ശ്വേത, സൂര്യ.
ഒന്ന് എയും ബിയും ശരിയാണ്, 2 സിയും ബിയും ശരിയാണ്, 3 സിയും ഡിയും ശരിയാണ്, 4 എല്ലാം 4 ഡി എല്ലാം ശരിയാണ്. ഇതിൽ സിയും ഡിയും ആണ് കേട്ടോ മക്കളെ ശരിയായിട്ടുള്ള സങ്കരയിനം വിത്തുകളുടെ പേരുകൾ. അത് പഠിച്ചു വെക്കുക. ഇനി പ്രവർത്തനം 3 നോക്കാം. ചോദ്യം എ, ക്ലാസ് മുറികളിൽ കുട്ടികൾ ഇല്ലാത്തപ്പോഴും ഫാൻ, ട്യൂബ് ലൈറ്റ് എന്നിവ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. വൈദ്യുതി പാഴാക്കാതിരിക്കാൻ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കുക. ഒരുപാട് പോസ്റ്റർ മക്കൾക്ക് ഊർജ്ജ സംരക്ഷണവുമായിട്ട് അറിയാം. അതിലേതെങ്കിലും ഒരു പോസ്റ്റർ തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. പോസ്റ്ററിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ തരുന്നുണ്ട്. മോഡലായിട്ടില്ല, നിങ്ങൾക്ക് പ്രധാനമായിട്ട് എഴുതി കൊടുക്കേണ്ട കാര്യം കേട്ടോ. ഊർജ്ജ സംരക്ഷണം രാജ്യ പുരോഗതിക്ക്. ക്ലാസ് മുറിയിൽ ആളില്ലാത്തപ്പോൾ ഫാനും ലൈറ്റും നിർബന്ധമായും ഓഫ് ചെയ്യുക. സ്വാഭാവിക വെളിച്ചവും വായുസഞ്ചാരവും പരമാവധി പ്രയോജനപ്പെടുത്തുക. അനാവശ്യമായി ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത് വഴി മാലിന്യവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു. ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുക. നാളേക്കായി കരുതി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് പോസ്റ്ററിൽ കൊടുക്കേണ്ട ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളാണ്. ഇതിലേക്ക് അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങളും നിങ്ങൾക്ക് വരച്ചു ചേർക്കാം. ചോദ്യം ബി, ചിത്രം നിരീക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുതോൽപാദനം സാധ്യമാകുന്നതെന്ന് വിശദീകരിക്കുക. എങ്ങനെയാണ് മക്കളെ? ഇത് ജലവൈദ്യുത നിലയമാണ്. ഇവിടെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? അണക്കെട്ടിലെ വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കുന്നു, എന്നിട്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇതിലെ സി ചോദ്യം, സൂര്യനിൽ നിന്നുമുള്ള ഊർജം വൈദ്യുതോർജ്ജമായി മാറുന്ന സംവിധാനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? എ, സോളാർ സെല്ലുകൾ, ബി, കാറ്റാടിപ്പാടം, സി, ജനറേറ്റർ, ഡി, വൈദ്യുത സെൽ. ഏതാണ് മക്കളെ? സോളാർ സെല്ലാണ് കേട്ടോ. പ്രവർത്തനം 4, അതിൽ എ ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതെന്ന് എഴുതുക. പ്രസ്താവന, തൈരിന് പുളിരുചിയാണുള്ളത്, കാരണം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. എ, പ്രസ്താവന ശരിയാണ്, നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമല്ല. ബി, പ്രസ്താവന ശരിയാണ്, നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമാണ്. സി, പ്രസ്താവന തെറ്റാണ്, നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമല്ല. ഡി, പ്രസ്താവനയും കാരണവും തെറ്റാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന ശരിയാണ്, നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമാണ് കേട്ടോ. ചോദ്യം ബി, കാസ്റ്റിക് സോഡ, വെളിച്ചെണ്ണ, ജലം, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, കളർ, പെർഫ്യൂം എന്നിവ ഉപയോഗിച്ചാണ് സോപ്പ് നിർമ്മിക്കുന്നത്. സോപ്പ് നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ താഴെ കൊടുക്കുന്നു. വിട്ടുപോയത് പൂർത്തിയാക്കുക. ആദ്യത്തെ ഘട്ടം അവിടെ തന്നിട്ടില്ല. ആദ്യത്തേത് എന്താണ് മക്കളെ? കാസ്റ്റിക് സോഡ ജലത്തിൽ ലയിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തേത് തണുത്തതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്തിളക്കുക. 3, സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുക. 4, കളറും പെർഫ്യൂമും ചേർക്കുക. 5, കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിക്കുക. 6, ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റുക. ചോദ്യം സി, എല്ലാ ആസിഡുകൾക്കും പുളിരുചിയുണ്ട്. ആസിഡുകളുടെ മറ്റു 2 പൊതു സ്വഭാവങ്ങൾ കൂടി എഴുതുക. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു തുടങ്ങിയിട്ടുള്ളവ ആസിഡിൻ്റെ പ്രത്യേകതകളാണ്. പ്രവർത്തനം 5, അതിൽ ചോദ്യം എ, പട്ടിക പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കൂട്ടം കണ്ടെത്തി എഴുതുക. യൂറിയ ജൈവ നിയന്ത്രണം, 2 പുകയില കഷായം രാസവളം, മണ്ണിര കമ്പോസ്റ്റ് ജൈവ കീടനാശിനി, ട്രൈക്കോഗ്രാമ ജൈവവളം. ഇത് ശരിയായിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നത് മക്കളെ? യൂറിയ എന്ന് പറയുന്നത് രാസവളമാണ്. പിന്നെ പുകയില കഷായം ജൈവ കീടനാശിനിയാണ്. മണ്ണിര കമ്പോസ്റ്റ് ജൈവവളമാണ്. അതുപോലെ ട്രൈക്കോഗ്രാമ ജൈവ നിയന്ത്രണമാണ്. അപ്പോൾ ആ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 ബി, 2 സി, 3 ഡി, 4 എ. ബി ചോദ്യം, ഇവിടെ 3 കർഷകർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ഒരാൾ പറയുകയാണ്, ഞാൻ രാസവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. രണ്ടാമത്തെ ആൾ, ഞാൻ ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മൂന്നാമത്തെ ആൾ, ഞാൻ ജൈവവളവും രാസവളവും ഉപയോഗിക്കാറുണ്ട്. ഇവരിൽ ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? എന്തുകൊണ്ട്? ഞാൻ യോജിക്കുന്നത് മൂന്നാമത്തെ കർഷകൻ്റെ അഭിപ്രായത്തോടാണ്. കാരണം രാസവളം കുറവും ജൈവവളം കൂടുതലും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് കൃഷിക്ക് കൂടുതൽ അനുയോജ്യമായത്. ഇതിലെ സി ചോദ്യം, കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ടോ പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതി ഏതാണ്? ഇതിനായി മാർക്കറ്റിൽ ലഭ്യമായ ഒരു ഉപകരണത്തിൻ്റെ പേരെഴുതുക. യാന്ത്രിക നിയന്ത്രണമാണ് ഇത്തരത്തിൽ നമ്മൾ കീടങ്ങളെ അകറ്റുന്ന മാർഗത്തെ പറയുന്ന പേര്. അതിനായിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായ ഉപകരണത്തിൻ്റെ പേരാണ് ഫിറമോൺ കെണി. ഇതിലെ 6ാമത്തെ ചോദ്യം, അതും ഓർ ക്വസ്റ്റ്യൻസ് ആണ്, 2 ഉണ്ട്. ആദ്യം എ നോക്കാം. നമുക്കവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു ബോട്ടിലിൽ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും, എന്നിട്ടോ ബലൂണ് വീർത്ത് വരുന്നുണ്ട്.
പരീക്ഷണമാണ്. അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം എ. ചിത്രം പരിശോധിച്ചല്ലോ. ബലൂണിനുള്ളിൽ നിറഞ്ഞ വാതകം ഏതാണ്? ഏതാണ് മക്കളെ? ഹൈഡ്രജൻ വാതകമാണ്. ബി. ബലൂണിൽ നിറഞ്ഞ വാതകത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? കത്തുന്ന വാതകമാണ്, ഭാരം കുറവാണ്. ചോദ്യം സി. വിനാഗിരി, മഗ്നീഷ്യം റിബൺ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഇതേ വാതകം ഉണ്ടാക്കുന്ന പരീക്ഷണം ആസൂത്രണം ചെയ്യുക. പരീക്ഷണം: ഒരു വൃത്തിയുള്ള ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം റിബൺ വിനാഗിരിയിലേക്ക് ഇടുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായഭാഗത്ത് ഒരു ബലൂൺ ഉറപ്പിക്കുക. മഗ്നീഷ്യം വിനാഗിരിയുമായി പ്രവർത്തിച്ച് വാതകം ഉണ്ടാകുന്നത് കാണാം. ഈ വാതകമാണ് ബലൂണിൽ നിറയുന്നത്. ബലൂൺ വീർത്ത് കഴിയുമ്പോൾ ബലൂണിൻ്റെ വായഭാഗം കെട്ടിയടച്ച് തീയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വാതകത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുക. ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്, കാരണം ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. നിഗമനം എന്താണ്? വിനാഗിരി അഥവാ അസറ്റിക് ആസിഡ് മഗ്നീഷ്യം റിബണുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകവും മഗ്നീഷ്യം അസറ്റേറ്റും ഉണ്ടാക്കുന്നു. അഥവാ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇനി ഇതിലെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. 6B ആണ്. ചോദ്യം എ. ചിത്രം നിരീക്ഷിക്കൂ. വൈദ്യുതി കടന്നു പോകാൻ ഇവിടെ ഏത് ലോഹമാണ് സാധാരണ ഉപയോഗിക്കുന്നത്? ചെമ്പ്, വെള്ളി, അലൂമിനിയം, സിങ്ക്. അലൂമിനിയമാണ്. ചോദ്യം ബി. മിനി മോട്ടോർ, ചാലക കമ്പി, ബാറ്ററി, സ്വിച്ച് ഇവയുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഒരു തുറന്ന സർക്യൂട്ട് വരയ്ക്കുക. അതായത് സ്വിച്ച് ഓഫായി കിടക്കുന്ന രീതിക്ക് വേണം സർക്യൂട്ട് വരയ്ക്കാനായിട്ട്. ചോദ്യം സി. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധ ഇനം ബൾബുകളാണ് LED, CFL, ഫിലമെന്റ് ലാമ്പ് എന്നിവ. ഇവയുടെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പട്ടിക പരിശോധിച്ച് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക. 4 എങ്കിലും എഴുതണം. നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏത് ബൾബ് ഉപയോഗിക്കുന്നതാവും നല്ലത്? നിഗമനം കുറിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പട്ടിക നോക്കൂ. LED ഊർജ്ജക്ഷമത 85 മുതൽ 90% വരെ, ആയുസ് 25,000 മണിക്കൂർ, ഊർജ്ജ ഉപഭോഗം 6 മുതൽ 20 വാട്ട്സ് വരെ. CFL ഊർജ്ജക്ഷമത 75%, ആയുസ് 8000 മണിക്കൂർ, ഊർജ്ജ ഉപഭോഗം 8 മുതൽ 30 വാട്ട്സ് വരെ. ഫിലമെന്റ് ലാമ്പ് ഊർജ്ജക്ഷമത 10%, ആയുസ് 1000 മണിക്കൂർ, ഊർജ്ജ ഉപഭോഗം 40 മുതൽ 100 വാട്ട്സ് വരെ. ഇതിൽ നിന്നുള്ള നിഗമനങ്ങൾ മക്കൾക്ക് പല രീതിക്ക് എഴുതാം. എന്തൊക്കെയാണോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായത് അതെല്ലാം എഴുതാം. അതായത് ഏറ്റവും കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളത് LED-ക്കാണ്, ഏറ്റവും കുറവ് ഊർജ്ജക്ഷമതയുള്ളത് ഫിലമെന്റ് ലാമ്പിനാണ്. അതുപോലെ ഏറ്റവും അധികം ആയുസ് ദൈർഘ്യമുള്ളത് LED ലാമ്പിനാണ്. CFL ലാമ്പിൻ്റെ ദൈർഘ്യം 8000 മാത്രമാണ്. ഫിലമെന്റ് ലാമ്പിൻ്റെ ദൈർഘ്യം 1000 മണിക്കൂറാണ്. ഏറ്റവും കുറവ് ഫിലമെന്റ് ലാമ്പിനാണ്. ഊർജ്ജ ഉപഭോഗം കൂടുതലുള്ളത് എന്താണ്? ഫിലമെന്റ് ലാമ്പിനാണ്. ഏറ്റവും കുറവ് ഊർജ്ജ ഉപഭോഗമുള്ളത് LED ലാമ്പിനാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിഗമനങ്ങളാക്കിയിട്ട് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് നിഗമനങ്ങളായിട്ട് എഴുതേണ്ടത്. ഇതിൽ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏത് ബൾബാണ് ഉപയോഗിക്കുക? നിഗമനം എഴുതുക എന്ന്. എൻ്റെ വീട്ടിൽ LED ബൾബായിരിക്കും ഉപയോഗിക്കുന്നത്, കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജക്ഷമത. ഏറ്റവും ആയുർദൈർഘ്യമുള്ളതും LED ലാമ്പിനാണ്. ഊർജ്ജ ഉപഭോഗം വളരെ കുറവും ഊർജ്ജ നഷ്ടം കുറവ് LED ലാമ്പിനാണ്. അതുപോലെ പരിസ്ഥിതിക്ക് ദോഷം അധികം ചെയ്യാത്തതും LED ലാമ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്